ശ്രീനാരായണ ഗുരുദേവനെ ക്രിസ്തുമതത്തിൽ ചേർക്കാനുള്ള ഉദ്ദേശത്തോടെ കൂടെ ഒരു പാതിരി സായിപ്പ് സ്വാമികളോട് ഇങ്ങനെ പറഞ്ഞു: സ്വാമി, ക്രിസ്തുമതത്തിൽ ചേരണം. നിങ്ങൾക്കിപ്പോ എത്ര വയസ്സായി? 30. നിങ്ങൾ ജനിക്കുന്നതിനു മുമ്പ് തന്നെ നാം ക്രിസ്തുമതത്തിലുള്ളതാണ്. എന്താണ് നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറയുന്നത്? യേശുക്രിസ്തു മനുഷ്യരുടെ പാപമോചനത്തിനായി ജനിച്ചു എന്നുള്ളതിൽ വിശ്വസിക്കണം. അപ്പോൾ യേശു ജനിച്ചതോടുകൂടി ജനങ്ങളുടെ പാപമെല്ലാം പോയിരിക്കണമല്ലോ. അതുകൊണ്ട് എല്ലാവരുടെയും പാപമോചനം എന്ന് തന്നെ കഴിഞ്ഞു. അതെ, ഇനി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, ക്രിസ്ത്യാനിയായാലും ഇല്ലെങ്കിലും അപ്പോൾ മോക്ഷം കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയല്ല, ക്രിസ്തുവിന്റെ പേരിൽ ജ്ഞാനസ്നാനം ചെയ്യാത്തവരുടെ പാപം നീങ്ങിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ പറയുന്നത് യേശു ജനിച്ചതുകൊണ്ട് കുറച്ചുപേർക്ക് മാത്രം മോക്ഷം കിട്ടിയെന്നാണോ? അങ്ങനെയല്ല, ക്രിസ്തു ജനിച്ചുകൊണ്ട് എല്ലാവരും രക്ഷപ്പെട്ടു. അത് മൂലതത്വമാണ്. ബാക്കി ഒരുത്തരുമില്ലേയോ? ഇല്ല. എന്നാൽ എല്ലാവരും പണ്ടുതന്നെ രക്ഷിക്കപ്പെട്ടുവല്ലോ. ഇനി വിശ്വസിച്ചിട്ടു വേണ്ടല്ലോ രക്ഷപ്പെടുവാൻ. അങ്ങനെയല്ല, വിശ്വസിച്ചാലേ രക്ഷയുള്ളൂ. എന്നാൽ യേശുവിന്റെ ജനനം കൊണ്ട് ഇപ്പോൾ വിശ്വസിക്കാത്തവരൊഴിച്ച് ബാക്കിയുള്ളവരാണ് രക്ഷപ്പെട്ടത്. എല്ലാവരും രക്ഷിക്കപ്പെട്ടിട്ടില്ല. യേശുവിന്റെ ജനനം കൊണ്ട് എല്ലാവരും രക്ഷപ്പെട്ടു. ഗുരുദേവൻ സാവധാനത്തിൽ സായിപ്പിന്റെ സംഭാഷണത്തിലുള്ള പരസ്പര വിരുദ്ധമായ ഭാഗത്തെ വ്യക്തമാക്കാൻ ശ്രമിച്ചു. സായിപ്പ് അതൊന്നും സമ്മതിക്കാതിരിക്കുന്നത് കണ്ടപ്പോൾ ഗുരുദേവൻ അടുത്തു നിൽക്കുന്ന ഒരാളോട്: കണ്ടോ, നല്ല വിശ്വാസം. ഇങ്ങനെയുള്ള വിശ്വാസം വേണം. നല്ല വിശ്വാസികൾ. നമ്മുടെ ഇടയിൽ ഇങ്ങനെയുള്ള വിശ്വാസമുള്ളവരില്ല. ഗുരുദേവന്റെ മറുപടി കേട്ട് പാതിരി സായിപ്പ് മടങ്ങി.